ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള അവരുടെ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള രഹസ്യമായിട്ടുള്ള ആരോടും അവർ പുറത്തു പറയാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർ ഒരിക്കലും നിങ്ങളോട് കാണിച്ചിട്ടില്ലാത്ത ആ ഒരു ഫീലിങ്സ് അതെന്താണ്, ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഹിഡൻ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജി, സിറ്റുവേഷൻസ്, ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ആയി ചെയ്തു തുടങ്ങുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ മുഖം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻസ് ഇപ്പോൾ എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങളിപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ, എന്ത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ടുള്ള നല്ല മൊമെന്റ്സുകളെല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓറ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു മൈൻഡോട് കൂടി ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ്. അതും സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയിൽ നിൽക്കുന്ന സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെസ് കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പൊ ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കുന്നില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ മനസ്സിന് വളരെയധികം വിള്ളലേറ്റ് മാറി നിൽക്കുന്ന ഒരവസ്ഥ, ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചൊരു അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ കുറച്ചൊരു ശാഠ്യമുള്ള വ്യക്തികൾ, കുറച്ചൊരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പേഴ്സൺ. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒച്ചയെടുക്കുക, ദേഷ്യപ്പെടുക, അതിനുശേഷം പെട്ടെന്ന് തന്നെ തണുക്കുക. ഓക്കെ, ആ ഒരു രീതി തുടരുന്ന ഒരു വ്യക്തികളാണ്. അവർക്ക് എല്ലായിടത്തും ചെല്ലുമ്പോഴും അവരുടേതായ ഒരു മുദ്ര പതിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവര്. നമുക്കിവിടെ ആദ്യമേ തന്നെ ഓരോ കാർഡുകളായിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ഹൈ പ്രേസ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പൊ ഇവിടെ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ള ബന്ധം തന്നെയാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു ഡിവൈൻ കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു കാർമിക് കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാർമിക് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഈ ഒരു പ്രശ്നം നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കില്ല. നിങ്ങൾക്കിടയിൽ വഴക്കുകൾ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് തുടർച്ചയായിട്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു സമയത്ത് വഴക്ക് നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കിടയിൽ എത്രത്തോളം വഴക്കുകൾ വന്നിട്ടുണ്ടെങ്കിലും വഴക്കിട്ട് നിങ്ങൾ പിരിഞ്ഞു പോയാലും വീണ്ടും again നിങ്ങൾ ഒന്നുചേരും. ഓക്കെ, എത്ര പ്രാവശ്യം നിങ്ങൾ ഇത് വേണ്ടാന്ന് നിങ്ങളായിട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ അവരായിട്ട് വെച്ചിട്ടോ പോയിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങളെ തമ്മിൽ വലിച്ചടപ്പിക്കുന്ന ഒരു ദൈവിക ശക്തി നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ ഒരു കാർമിക് കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും വിട്ട് പൂർണ്ണമായിട്ടും പോകേണ്ട വ്യക്തികളല്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ പോകുമെങ്കിലും നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു എനർജി കാരണം, അതായത് ഈ ഒരു ദൈവിക ശക്തി, ഈ ഒരു യൂണിവേഴ്സൽ പവർ കാരണം വീണ്ടും വീണ്ടും നിങ്ങൾ ഒന്നുചേരേണ്ട വ്യക്തികൾ തന്നെയാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന അതേ ഒരു എനർജി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആദ്യമേ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഡിവൈൻ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരുപാട് പ്രേ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ
നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആദ്യമേ ചിന്തിക്കുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വില കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ സ്നേഹത്തിനെ വേണമെന്ന് മനസ്സുകൊണ്ട് വളരെയധികം അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരായിട്ട് തന്നെ ഇപ്പൊ ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ സംഭവിച്ചിരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് ആണ് എങ്കിൽ പോലും ഈ ഒരു ടൈമിൽ അവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രസൻസ്. നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അവർ അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് പോലും അറിയുന്നുണ്ടായിരിക്കില്ല അവർ എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത്രത്തോളം അട്രാക്ട് ആകുന്നത്. ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വഴക്കുകൾ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ കഴിയുമ്പോഴും ഇനി ഒരിക്കലും ഇതിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് പിരിയുന്നുണ്ടായിരിക്കാം. അങ്ങനെ പിരിയുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഈ ഒരു ദൈവിക ശക്തി അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സൽ പവർ നിങ്ങളെ വീണ്ടും അവരിലേക്ക് അടുപ്പിക്കുന്നു. അതുപോലെ അവർ നിങ്ങളിലേക്കും അടുപ്പിക്കുന്നു. സെയിം തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ നടന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നം ഒരു ടൈം ഓഫ് പീരീഡ് എന്ന് പറയുന്നത് സാധാരണയെക്കാളും കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം മേ ബി നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലേക്ക് എത്തിയത് പോലും. എപ്പോഴും നടക്കുന്നതിൽ വിപരീതമായിട്ട് കുറച്ച് കൂടുതൽ സമയം വന്നപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ആ ഒരു ടെൻഷൻ, എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ വരാത്തത്, ഇത്രയും സമയം എടുക്കാറില്ലല്ലോ എന്നൊരു ടെൻഷൻ കൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഈ ഒരു റീഡിങ് ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കില്ല. അവര് പക്ഷെ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അട്രാക്റ്റ് ആകുന്നത്, എന്തുകൊണ്ടാണ് ഒരിക്കലും വിട്ടു പോരാനായിട്ട് സാധിക്കാത്തത് എന്നുള്ളത്. അങ്ങനെ ഒരു കണക്ഷൻ ഇവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളെ എന്തായാലും ഇവർക്ക് വേണം, വിട്ടുകളയാനായിട്ട് തയ്യാറല്ല ഇവര്. അത്രത്തോളം സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഒരു നിഷ്കളങ്ക മനസ്സോടു കൂടിയാണ് ഇപ്പൊ ഇവര് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓർമ്മകളെല്ലാം തന്നെ അവരുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നു. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള നല്ല മൊമെന്റ്സും ചീത്ത മൊമെന്റ്സും എല്ലാം അവരുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ വരുമ്പോഴും അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിയുന്നുണ്ട്. കാരണം അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് എത്രത്തോളം ദേഷ്യം അവരുടെ ഉള്ളിൽ നിങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു കഴിയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു പുഞ്ചിരിയാണ് വരുന്നത് അവരുടെ മുഖത്ത്. കാരണം അവർക്ക് അത്രത്തോളം ഒരു ഫീൽ അല്ലെങ്കിൽ അത്രത്തോളം ഒരു സ്നേഹം അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു എനർജി തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവർ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് അതൊന്നും അത്രയ്ക്ക് എക്സ്പ്രസീവ് ആയിരിക്കില്ല. ഇതെല്ലാം അവരുടെ മനസ്സിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അവർ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ചിന്തിക്കുകയും നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു എനർജി അവരിലേക്കും കൂടെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നതിന്റെ കാരണം ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതുപോലെ എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ ഒന്നും തല കുനിച്ച് തരാൻ പറ്റാത്ത ഒരു രീതിയാണ് ഇവരുടേത്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഇവരായിട്ട് തന്നെയൊക്കെ ആയിരിക്കും അങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിട്ടും തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഈ ഒരു പേഴ്സൺ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഈഗോയിസ്റ്റ് പേഴ്സൺ ആണെന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇവരിപ്പോ ചിന്തിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യാൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവര് തന്നാൽ കഴിയാവുന്ന രീതിയിലെല്ലാം തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും ആ ഒരു ഫീൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളും ചിലപ്പോൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങളും ചിലപ്പോൾ ഇരിക്കുന്നത് ആ ഒരു വ്യക്തിയായിട്ട് തന്നെ വരട്ടെ, ആ ഒരു ചിന്തയായിരിക്കാം നിങ്ങളിലും ഉള്ളത്. അപ്പൊ ഈ ഒരു വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നത് അങ്ങനെ നിങ്ങളെ വരുത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അവർ നിങ്ങളെ വളരെയധികം പ്രേ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ആ ഒരു എനർജി അവരിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ നോക്കുന്നു. പക്ഷെ എത്രത്തോളം ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇവരിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ നോക്കുന്നു അത്രത്തോളം അവർ നിങ്ങളിലേക്കും കൂടെ അട്രാക്ട് ചെയ്യുകയാണ് എന്നുള്ള അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആവുകയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സത്യം. അപ്പൊ അങ്ങനെ അത്രത്തോളം നിങ്ങളിലേക്ക് ഒരു attraction വരുന്നത് കൊണ്ട് തന്നെ ഇവരിപ്പോ plan ചെയ്യുകയാണ്. അവർ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുക. അപ്പൊ ഈ ഒരു person തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇവരുടെ ഒരു ദേഷ്യം കാര്യങ്ങൾ മൂലം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ, ആർഗ്യുമെന്റ്സ് അതിന്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല വ്യക്തികളുടെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പൊ എന്താണോ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു പ്രശ്നങ്ങളുടെ കാരണം ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ ചിന്തിക്കുന്നത് ഇനി എങ്ങനെ നിങ്ങളിലേക്ക് വരാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം, എങ്ങനെ നിങ്ങളെ കൺവിൻസ് ചെയ്യിച്ചിട്ട് ഇതിലേക്ക് എത്തിക്കാം. ആ ഒരു ചിന്തയാണ് ഇവരുടെ ഉള്ളിലുള്ളത്. എത്രത്തോളം ചിന്ത അവരുടെ ഉള്ളിലുണ്ടെങ്കിലും അത്രത്തോളം ഒരു പോരാളിയുടെ മനസ്സും അവരുടെ ഉള്ളിലുണ്ട്. പോരാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷനെ ഫേസ് ചെയ്ത് വിജയിക്കാനുള്ള ഒരു കഴിവ്. എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിനെ എതിർത്ത് തോൽപ്പിച്ചിട്ട് നിങ്ങൾ നേടുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവർ എത്തുക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ളത് ഒരു കാർമിക് കണക്ഷൻ ആണ്. നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ നിങ്ങൾക്കോ ഈ ഒരു വ്യക്തിക്കോ സാധിക്കില്ല. അതൊരു ഡിവൈൻ തീരുമാനം തന്നെയാണ്.
ഓക്കെ. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ മൈൻഡില് ഈ ഒരു തോട്ട്സ് വരാനായിട്ട്, അതായത് നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ സാധ്യമല്ല, എന്ത് വില കൊടുത്തും ഞാൻ നേടും എന്നൊരു തോട്ട്സ് ഇവരുടെ മൈൻഡിലേക്ക് വന്നിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നതും ഈ ഒരു യൂണിവേഴ്സൽ പവറിന്റെ ശക്തി കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇവര് ചിന്തിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. കാരണം അവർക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം വേണം. നമുക്കിവിടെ 2 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ സ്നേഹം വേണം. നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങളോട് ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം. ഈ ഒരു സ്നേഹം എന്ന് പറയുന്ന ഈ ഒരു 2 കപ്പിൽ ഇരിക്കുന്ന ഈ ഒരു സ്നേഹം, പ്രണയം എന്ന് പറയുന്ന വൈകാരികമായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പൊ ഈ ഒരു നിങ്ങളുടെ കൈ പിടിച്ചിട്ട് നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് നടക്കണം. ഒരിക്കലും ഈ ഒരു കൈ വിടാനായിട്ട് ഇവരുടെ മനസ്സുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കാം ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിക്ക് നിങ്ങളുടെ ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹവും നിങ്ങൾക്ക് പകുത്ത് നൽകണം. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടിട്ട് ഇവരുടെ സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട് ഇവർക്ക് പലപ്പോഴും ഇപ്പൊ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു സമയം, നിങ്ങളുടെ ആ ഒരു സമയം നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി നിങ്ങളിലേക്ക് തരണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലൊരു സ്റ്റാർ കാർഡ് കാണാം. വളരെ പ്രതീക്ഷയുള്ള കാർഡാണ്. ഹോപ്പ് ആണ് വന്നിരിക്കുന്നത്. അത്രത്തോളം ഒരു പോസിറ്റീവ് എനർജിയാണ് അവർ നിങ്ങളിലേക്ക് പകുത്തു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൈകളിലേക്ക് അതേ സ്നേഹം, ആ ഒരു സ്നേഹം അവർ പകുത്തു നൽകുമ്പോൾ തിരിച്ച് നിങ്ങളിൽ നിന്നും അതേ സ്നേഹം അവരും സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ തന്നെ സ്നേഹ കൈമാറ്റം. ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമാണ് ഈ ഒരു പേഴ്സന്റെ മൈൻഡിൽ ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ജീവിതത്തിന്റെ കാര്യത്തിലെല്ലാം തന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ്. എംപറർ ആണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും ഒരു കറക്റ്റ് ടൈം ടേബിൾ പോലെയൊക്കെ നോക്കുന്ന വ്യക്തികളായിരിക്കും ഇവര്. അങ്ങനെ ഒരു ആടി ഉലഞ്ഞ രീതിയിലുള്ള ജീവിതം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല ഇവരുടേത്. എല്ലാം പക്കാ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ കുറച്ചധികം ഷോർട്ട് ടെമ്പേർഡ് ആവുന്നത്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് നോട്ടി ആയിട്ടുള്ള ഒരു ആൾക്കാരായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു കറക്റ്റ് ആയിട്ടൊന്നും പോവാതെ ഒരു കളിച്ച് ചിരിച്ച് ഒരു തമാശ രീതിയിൽ പോകുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ ഇവരെന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തികൾ. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾക്കിടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ കേറി വരുന്നത്. പക്ഷെ ഇവർ ഇങ്ങനത്തെ ഒരു രീതിയാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡ് ആണെങ്കിലും ഒച്ചപ്പാട് എടുക്കുമെങ്കിലും ഏതൊക്കെ രീതിയിലാണെങ്കിലും ഇവരുടെ മനസ്സിന്റെ ഉള്ളു കൊണ്ടിട്ട് ഇവര് ഭയങ്കര ഒരു ക്രൂരന്മാരായിട്ടല്ല പറയുന്നത്. ഇവർക്കൊരു രീതികളുണ്ട്, ഇവരുടേതായ രീതികൾ. എത്രത്തോളം ദേഷ്യപ്പെട്ടാലും അത്രത്തോളം പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. സ്നേഹത്തിൽ മാത്രമേ ഈ ഒരു പേഴ്സണെ തോൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഇവരെ ഒരു പറഞ്ഞ് പേടിപ്പിച്ച് ഒരു വഴിക്ക് കൊണ്ടുവരാനോ അങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ അനുസരിപ്പിക്കുവാനോ ഒന്നും ഈ ഒരു പേഴ്സണിന് സാധിക്കില്ല. സ്നേഹിച്ച് മാത്രമേ ഈ ഒരു പേഴ്സന്റെ മനസ്സിനെ കീഴടക്കാനായിട്ട് കഴിയുള്ളൂ. ആ ഒരു കഴിവുള്ള വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങളും. നിങ്ങൾ അത്രത്തോളം അവരെ മനസ്സിലാക്കിയ പേഴ്സണാലിറ്റി തന്നെയായിരിക്കാം. പക്ഷെ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് ഒട്ടും തന്നെ, നിങ്ങളും കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും രീതികൾ ഒരേപോലെ വന്നപ്പോഴേക്കും, നിങ്ങളുടെ ക്യാരക്ടർ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും രീതികൾ ഒരുപോലെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ. അപ്പൊ ഈ ഒരു വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവരിപ്പോ ചിന്തിക്കുന്നുണ്ട്, പല രീതിയിൽ വേദനിക്കുന്നുണ്ട്. സ്വന്തം കയ്യിൽ നിന്ന് പറ്റിയ തെറ്റുകൊണ്ടാണല്ലോ ഈ ഒരു ബന്ധത്തിലെ ഒരു വിള്ളൽ വീണത്. അപ്പൊ ആ ഒരു വിള്ളൽ വീണത് ഏത് രീതിയിലും അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും അതിനെല്ലാം പരിഹരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകണം. താൻ തന്നെയാണല്ലോ ഇതെല്ലാം വരുത്തി വെക്കാനുള്ള കാരണം എന്നുള്ളൊരു ചിന്ത ഇവരുടെ മൈൻഡിനെ വല്ലാതെ അലട്ടുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ചിന്തകൾ ഇവരുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ബ്ലാക്ക് കളർ ബേർഡ്സ് ഇങ്ങനെ കിടന്ന് പറക്കുന്നത്. അത് അവരുടെ ചിന്തകളാണ്. അതായത് അവരുടെ ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ്. ഈ ഒരു നെഗറ്റീവ് തോട്ട്സിന്റെ ഇടയ്ക്കും ഇവിടെ ഒരു വെളുത്ത പക്ഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് വരാനിരിക്കുന്ന ഒരു പോസിറ്റിവിറ്റി ആണ്. പക്ഷെ ഇവർ തല ഉയർത്തി നോക്കിയാൽ മാത്രമേ ഈ ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയും നാൾ ഇവരിങ്ങനെ കരഞ്ഞു കരഞ്ഞ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വേദനിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, പുറത്തേക്ക് വരാത്തൊരു സിറ്റുവേഷൻ. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾ അട്രാക്ട് ആവും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ആ ഒരു ടൈം പീരീഡ് ആണ് ഇപ്പൊ നിങ്ങളുടെ റിലേഷന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവരിത് തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് ഇവര് ഉണർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവര് ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കോണ്ടാക്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. പറഞ്ഞു തീർക്കണം, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു ബന്ധത്തിൽ ഒരു സ്ട്രക്ചർ വേണം. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇട്ടിട്ട് പോവുക. ഇനി അല്ലാത്ത രീതിയിലാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ പറഞ്ഞു തീർക്കുക. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു രീതിയാണ്. ഒട്ടും ടൈം എടുക്കാതെ എല്ലാം സഡൻ ആയിട്ട് പെട്ടെന്ന് തീർക്കുക. ആ ഒരു രീതിയുള്ള വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ ഒരു പ്രശ്നങ്ങളുടെ കാര്യം അത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായപ്പോൾ അത് പറഞ്ഞു തീർക്കാൻ ഒരു സമയം എടുക്കാതെ പെട്ടെന്ന് ഇട്ടിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ.
എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാതിരുന്നതിന്റെ ഒരു പ്രശ്നമാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് തന്നെ സംഭവിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ഒരു ഡിവൈൻ ടൈം വന്നപ്പോൾ ഇവരുടെ മൈൻഡ് ക്ലിയർ ആയിട്ടുണ്ട്, ഇവർ ഹീൽ ആയിട്ടുണ്ട്, ഇവർക്ക് സ്വയം ഹീൽ ആവണം. എങ്കിൽ മാത്രമേ ഇവര് ഓക്കെ ആവുകയുള്ളൂ. എത്രത്തോളം ഇവര് പറഞ്ഞു പറഞ്ഞ് ശരിയാക്കാൻ നോക്കി, നിങ്ങൾക്ക് മാത്രമായിരിക്കുള്ളൂ ഇവരെ ഒരു പരിധി വരെ ശരിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ നിങ്ങൾക്കും ദേഷ്യം വരുമ്പോൾ നിങ്ങൾ അതിന് ശ്രമിക്കുന്നതുമില്ല. നിങ്ങൾക്ക് ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകുന്ന രീതി. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് തണുത്ത് വന്നിട്ട് ഇവരെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവര് നിങ്ങളെ ചിലപ്പോൾ ബ്ലോക്ക് ആക്കിയിട്ട് പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പോയ സമയത്ത് ഇപ്പൊ ഇവർ സ്വയം ഹീൽ ആയിട്ട് സ്വയം വേദനിക്കുകയാണ്. സ്വയം വേദനിച്ചപ്പോൾ ഇവർക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എത്രയും വേഗം നിങ്ങളെ വേണം. കാരണം അപ്പോഴേക്കുമാണ് നിങ്ങളുടെ ഒരു ഓർമ്മ വീണ്ടും മനസ്സിലേക്ക് കയറി വന്നത്. അയ്യോ കുറച്ച് കൂടിപ്പോയി, ചെയ്തതെല്ലാം കൂടിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത കയറി വന്നത്. അതിന്റെ കൂടെ ഈ ഒരു ഡിവൈൻ പവറും കൂടെ വന്നപ്പോഴേക്കും ആ ഒരു പവറും കൂടെ നിങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഇതിനകത്തുള്ളത്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഡിവൈൻ കണക്ഷൻ കൂടിയുണ്ട്. അപ്പൊ അങ്ങനെയും കൂടെ വന്ന സമയത്താണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് എത്രയും വേഗം ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. എന്തൊക്കെ കാര്യങ്ങളാണോ ഇതിനകത്ത് തെറ്റിദ്ധാരണയായിട്ട് നിൽക്കുന്നത് അതെല്ലാം തന്നെ പറഞ്ഞു തീർത്തിട്ട് ഇതിനൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തുക എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ലവേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ്. ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നിട്ട് നിങ്ങൾ കുടുംബം കുട്ടികൾ ആ ഒരു രീതിയിലൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് ഈ ഒരു ജീവിതത്തിനെ കൊണ്ടുപോകണം എന്ന്. ഇപ്പൊ നിങ്ങളൊരു ലവേഴ്സ് ആണ്, നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ഇനി ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് കൊണ്ടുപോകണം, ഒരു മാരേജ് ആയിട്ട് കൊണ്ടുപോകണം. അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത്, അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ആദ്യ കാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത് അതിനേക്കാൾ വളരെ നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ വേണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു വൈകാരികമായിട്ടുള്ള പുതിയ തുടക്കമാണ്. നിറഞ്ഞ സ്നേഹം, നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കപ്പിൽ നിന്ന് ഈ ഒരു സ്നേഹമാണ് നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തില് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവര് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സ്നേഹത്തിനെയാണ് നമുക്ക് ഇവിടെ ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരുമ്പോൾ എല്ലാ രീതിക്കും അത് ഒരു നീതിപൂർവമായിരിക്കണം എന്ന് ഇവർക്ക് വളരെ നിർബന്ധമുണ്ട്. നീതിപൂർവം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രവർത്തനം അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങള് നിങ്ങൾക്കിടയിൽ നടക്കുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കവും കാര്യങ്ങളും ആണെങ്കിൽ ആ ഒരു രീതിയിൽ, ഇനി അല്ല നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും രീതിയിലുള്ള തേർഡ് സിറ്റുവേഷൻ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഇവർ ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് സാധിക്കില്ല. മറ്റൊരു വ്യക്തികളിലേക്ക് ഇവർ ഏതെങ്കിലും രീതിയിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് കൊണ്ട് തന്നെയായിരിക്കും ഇവർ അട്രാക്റ്റ് ആയി പോയിരിക്കുന്നത്. പക്ഷേ ആ പോയ സ്ഥലത്ത് അവർക്ക് അധികം ദിവസം അല്ലെങ്കിൽ അധികം നാൾ അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സർപ്പിച്ച് അവിടെ നിൽക്കാൻ സാധിക്കുന്ന വ്യക്തികളല്ല. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യുന്ന വ്യക്തികളാണ്. കാരണം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിനെ ഇവിടെ ഒരു യൂണിവേഴ്സൽ പവർ പ്രവർത്തിച്ചിട്ട് നിങ്ങളിലേക്ക് അവരെ അട്രാക്ട് ചെയ്യുകയാണ്. അപ്പൊ അവർ ഈ ഒരു ടൈമിൽ ഈ ഒരു പുതിയ തുടക്കവുമായിട്ട് നിങ്ങൾക്ക് നീതിപൂർവമായ ഒരു സ്നേഹം പകുത്ത് നൽകിക്കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇത് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ മൈൻഡിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹെയറോഫന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇവിടെ അവരുടെ മൈൻഡിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സ് പറയുന്നത് അനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടല്ല, ഇവരുടെ മനസ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് ജീവിക്കണം. ഇവർ ഒരുപാട് എന്താ പറയാ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ. അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ പോലും അറിയുന്നുണ്ടായിരിക്കില്ല. നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജിയിൽ ഇപ്പൊ ഈ ഒരു ടൈമിൽ ഇവർ ഡിവൈൻ ആയിട്ട് അടുത്തിട്ടുണ്ട്. ഇവർക്ക് കുറേയധികം വിശ്വാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ഉണ്ട് നിങ്ങൾക്കിടയിൽ. ആ ഒരു ചിന്തയാണ് ഇവരെ വിശ്വാസത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. എന്തോ നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിന്റെ ബന്ധത്തിന്റെ നടുക്ക് എന്തോ ഒരു ദൈവിക ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇവർക്ക് പൂർണ്ണമായിട്ടും വിട്ടു പോകാനായിട്ട് സാധിക്കാത്തത്. എത്രത്തോളം വലിയ പ്രശ്നങ്ങൾ വരികയും എത്രത്തോളം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ചീത്തകളൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് അത് നിങ്ങളെ രണ്ടുപേരെയും വളരെ വലിയ രീതിയിൽ തന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു കാലം വന്നപ്പോൾ, ഈ ഒരു ടൈം ഓഫ് പീരീഡ് വന്നപ്പോൾ ആ ഒരു വാക്കുകൾക്ക് മുകളിലാണ് നിങ്ങളുടെ സ്നേഹം ഇപ്പൊ നിൽക്കുന്നത്.
ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. പറഞ്ഞ വാക്കുകൾക്ക് മുകളിലാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം നിൽക്കുന്നത്. അവർക്ക് ഒരിക്കലും നിങ്ങളെ മനസ്സുകൊണ്ട് വെറുക്കാനോ മറക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല. അവര് നിങ്ങളിലേക്ക് പൂർവാധികം അട്രാക്ട് ആയിക്കൊണ്ടാ ഇരിക്കുന്നത്. ലവേഴ്സ് കാർഡാ ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ പ്രണയം എന്ന് പറയുന്നത് അത്രത്തോളം പ്യുവർ ആയിട്ടുള്ള ഒരു പ്രണയമുള്ള വ്യക്തികളെ തന്നെയാണ് കാണിക്കുന്നത്. മനസ്സുകൊണ്ട് അവർ അത്രയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ്. ഒരു പക്ഷേ അവർ ഭയങ്കര ഒരു പഞ്ചാര പോലെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ കാണിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസീവ് ആയിരിക്കില്ല അവര്. പക്ഷേ അവരുടെ ഉള്ളിലൊരു റൊമാന്റിക് പേഴ്സൺ തീർച്ചയായിട്ടും ഉള്ളതായിട്ടാണ് കാണുന്നത്. അവര് നിങ്ങളെ അത്രയും പ്രണയം കൊണ്ട് നിറച്ച് മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഇങ്ങനെയൊക്കെ അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ അവരുടെ മനസ്സിലേക്ക് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ആ ഒരു മൊമെന്റ്സ്, നല്ല കാര്യങ്ങൾ എല്ലാം അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് പ്രണയം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ച് നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് ഈ ഒരു വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കമാണ് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഒരു സന്തോഷകരമായ ഒരു തുടക്കം. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് വരാൻ പോകുന്ന ടൈം ആണ് നിങ്ങളുടെ ബന്ധത്തിലൂടെ വന്നിരിക്കുന്നത്. അതുപോലെ ഏസ് ഓഫ് കപ്സ് നമുക്കൊരു പുതിയ തുടക്കത്തിന്റെ കാർഡ് തന്നെയാണ് again കാണിച്ചിരിക്കുന്നത്. എല്ലാ രീതിയിലും സന്തോഷകരമായ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ പ്രസന്റ് കാണിക്കുന്നുണ്ട്, അട്രാക്റ്റിംഗ് ആണ്, അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റ് ആകുമ്പോൾ അവർ പലപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് ഈ ഒരു യൂണിവേഴ്സിന്റെ അടുത്ത്. നിങ്ങളെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. ഒരു പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. കാരണം ഇവരെ എത്രത്തോളം സപ്പോർട്ട് ചെയ്ത മറ്റൊരു വ്യക്തികൾ ഇവരുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇവരെ ഇത്രത്തോളം മനസ്സിലാക്കിയത്, ഇവരുടെ ഈ ഒരു ഷോർട്ട് ടേംപേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുമായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. ഇവർ ഈ ഒരു ടൈമിൽ ഡിവൈൻ ആയിട്ട് ഒരുപാട് അടുത്ത സമയത്ത് മനസ്സുകൊണ്ട് ഇവർ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ പോലെ ഒരു വ്യക്തിയെ ഇവരുടെ ലൈഫിലേക്ക് തന്ന ഈ ഒരു പ്രപഞ്ചത്തിന് നന്ദി എന്ന് തന്നെയാണ് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ഓരോ നിമിഷവും അവരത് പറയുമ്പോഴും ഓരോ നിമിഷവും അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയാണ്. ഒരു സക്സസ്, ഒരു അബണ്ടൻസ് ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരണമെന്ന് അവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഒരുപാട് കൊതിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവരണം. വാണ്ട് ടു ബിൽഡ് എ ഫൗണ്ടേഷൻ. കാരണം ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനെ ബാലൻസ് ചെയ്ത് ഇനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ബിൽഡ് ചെയ്ത് അതിനെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അത് കുറച്ച് പതുക്കെയാണ് എങ്കിലും അതിനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം. പതുക്കെയാണെന്ന് പറയാൻ കാരണം ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഭയങ്കരമായിട്ട് ഫാമിലി ഇഷ്യൂസ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ അതിൽ പ്രോപ്പർ ആയിട്ട് ഒരു ബുദ്ധിപൂർവ്വം ഒരു തീരുമാനം എടുത്ത് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. എങ്കിലും അതിന് കറക്റ്റ് തീരുമാനം വേണം. നിങ്ങളെ ഒരിക്കലും വിട്ടുകളയാനായിട്ട് ഇവർ തയ്യാറല്ല. നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുകളയാൻ ഇവർക്ക് സാധിക്കില്ല. ഈ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ഇവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ട്രൈങ് ടു ബാലൻസ് ആണ്. ഇപ്പൊ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ബന്ധം നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചധികം സ്ട്രെസ്ഫുൾ ആണ് ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറാണ്. കാരണം അവർക്ക് ഈ ഒരു ബന്ധത്തിനെ കറക്റ്റ് ആയിട്ടൊരു ബാലൻസിംഗിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനൊരു സ്ട്രക്ചർ വേണം എന്ന് അവർ ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഒരുപാട് വിഷ് ചെയ്യുന്നുണ്ട്, അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിനെ ഒരു ഫുൾഫിൽമെന്റിലേക്ക് എത്തിക്കണം എന്നുള്ളത്, സക്സസിലേക്ക് എത്തിക്കണം എന്നുള്ളത്. ഇവരുടെ ഒരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നത് വരെ ഇവർക്ക് ഒരു ഉറക്കമില്ലാത്ത വ്യക്തികളാണ്. ഓക്കെ, ആ ഒരു രീതി ഫോളോ ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതിയാണ് ഈ ഒരു പേഴ്സന്റേത്. ഇപ്പൊ ഇവരുടെ മൈൻഡിലേക്ക് കയറിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു ഇവർ ആഗ്രഹിക്കുന്നവർ അച്ചീവ് ചെയ്യണം. ആ ഒരു ഇവരൊരു ടാർഗറ്റ് പോലെയാണ് അതിനെ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ നേടണം എന്നുള്ള കാര്യത്തിലേക്ക് ഇവർ ഇപ്പോഴാണ് പൂർണ്ണമായിട്ട് എത്തി നിൽക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് അവർക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായ ഔട്ട്കം തന്നെ ലഭിക്കണം ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ. ഇതിലൊരു ഫുൾഫിൽമെന്റ് വേണം, സക്സസ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹം തന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡിവൈൻ ആയിട്ട് കണക്റ്റഡ് ആക്കിയിരിക്കുന്നത്. നിങ്ങളെ വിട്ടുപിരിയാൻ കഴിയാത്ത ഇവരുടെ മനസ്സ് അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്നേഹം തന്നെയാണിത്. അവർ ആ ഒരു ഡിസിഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഡിസിഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഡിസിഷൻ എടുത്തിട്ട് അവർ ഇപ്പൊ മുന്നോട്ടേക്ക് ചലിക്കുകയാണ്. അല്ലെങ്കിൽ അവർ അതിലേക്ക് വേണ്ടിയിട്ട് അവരായിട്ട് തന്നെ ഒറ്റക്കാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. മറ്റാരെയും ഇതിലേക്ക് അടുപ്പിക്കുന്നില്ല. സ്വന്തം തീരുമാനം തന്നെ. മറ്റുള്ള വ്യക്തികളേക്ക് ഇതിനേക്ക് അടുപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒരു കോംപ്ലിക്കേഷൻ സൃഷ്ടിക്കും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ തന്നെയാണ് ഇതിനകത്തൊരു ഡിസിഷൻ എടുത്തിട്ട് ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം തന്നെ തീരുമാനമെടുത്ത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ പ്രോബ്ലംസ് എല്ലാം തന്നെ പറഞ്ഞു തീർക്കാൻ ഇവർ ആഗ്രഹിക്കുന്നത്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായത് ചിലപ്പോൾ പുറത്തുനിന്നുള്ള വ്യക്തികളുടെ സ്വാധീനവും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റാരും വേണ്ട, നിങ്ങളും ഇവരും മാത്രം.
ഓക്കെ, നിങ്ങൾ രണ്ടുപേരും മാത്രം മതി ഈ ഒരു കാര്യം തീരുമാനിക്കാനായിട്ട്. കാരണം ജീവിതം നിങ്ങളുടേതാണ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുന്ന അനുസരിച്ച് തന്നെ വേണം ഈ ഒരു ബന്ധത്തിന്റെ ഒരു മുന്നോട്ടേക്കുള്ള കാര്യങ്ങളെല്ലാം എത്തിക്കാനായിട്ട് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. again നമുക്കിവിടെ wheel of fortune വന്നിട്ടുണ്ട്. കാർമിക് ആയിട്ടുള്ള ഒരു സൈക്കിൾ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈൻ കണക്ഷൻ ഉള്ള വ്യക്തികളായിട്ട് നിങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം വഴക്കിട്ട് പിരിഞ്ഞു നിന്ന് പോയിട്ടുണ്ടെങ്കിലും അതേ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതേപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങി ഇവിടുന്ന് പോകുവാണെന്ന് പറഞ്ഞ് പോയാലും കറങ്ങി കറങ്ങി വീണ്ടും അവിടെ എത്തും. വീണ്ടും നിങ്ങൾ തിരിച്ച് ഈ വഴിക്ക് പോകാൻ നോക്കിയാലും വീണ്ടും കറങ്ങി അവിടെ എത്തും. അതായത് നിങ്ങളുടേതെന്ന് പറയുന്നത് കാർമിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. ഡിവൈൻ ഒരുപാട് ഒന്നിപ്പിച്ച വ്യക്തികൾ ഒരു ദൈവികമായ സമയത്ത് തന്നെയായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയതും. ദൈവികമായ സമയത്ത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ വേദനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലോ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയ വ്യക്തികൾ. നേരത്തെ പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ ഒരുപാട് നാൾ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു അങ്ങനെയൊന്നും ആയിരിക്കില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സ്പാർക്ക് പോലെ നിങ്ങൾക്കിടയിൽ തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾക്കിടയിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു നിമിഷം വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ വരേണ്ടിയിരുന്ന വ്യക്തികളാണല്ലോ ഇവർ എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളുടെ മൈൻഡിൽ തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള ഒരു കാർമിക് കണക്ഷൻ, ആ ഒരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ് നിങ്ങളുടെ മൈൻഡിനെ അങ്ങനെ തോന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത്. ടെംപ്റ്റേഷൻ വന്നിട്ടുണ്ട്. അവർക്ക് പല കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ടെംപ്റ്റേഷൻ ഉള്ള വ്യക്തികളാണ്. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഇവിടെയും കാണുന്നത്. ഇവര് തന്നെയാണ് ഇപ്പൊ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കാര്യത്തിലേക്ക് ഭയങ്കര ടെംപ്റ്റേഷൻ വന്നിട്ട് ഇതിനെ ഏത് രീതിയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇതിനെ സക്സസ് ആക്കണം, എങ്ങനെ നിങ്ങളോട് സംസാരിക്കണം, എങ്ങനെ ഇതിനെ ക്ലിയർ ചെയ്യണം, ഈ ചിന്തകളൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് വരുന്നത്. വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് ഇവര്. ഏസ് ഓഫ് ഫയർ ആണ്. ഫയർ എനർജി ആണ് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത്. വളരെ പാഷൻ, അവർക്ക് നിങ്ങളോട് വളരെയധികം പാഷൻ തോന്നുന്നു. ഒരു ന്യൂ സ്റ്റാർട്ട്, അത്രയും പാഷൻ നിങ്ങളോട് തോന്നുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അത്രത്തോളം ഒരു അട്രാക്ഷൻ വന്നിട്ട് ഒരു പുതിയ തുടക്കം വേണമെന്ന് ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നു. അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് ഇവർ ഒരുപാട് തയ്യാറാകുന്നു. ലവ് ആൻഡ് കിസ്സസ് ആണ് വന്നിരിക്കുന്നത്. ഒരു അൺകണ്ടീഷണൽ ലവിങ് ആണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത്. ഒരു അഫെക്ഷൻ, എന്താ പറയാ, നിലയ്ക്കാത്ത ഒരു പ്രണയം, അത് നിങ്ങളോട് ആ ഒരു പേഴ്സന്റെ മൈൻഡിൽ ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ഇപ്പൊ. അപ്പൊ അവരുടെ ഉള്ളിൽ മയങ്ങി കിടക്കുന്ന, അല്ലെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് പുറത്ത് പറയാത്ത അവരുടെ ഒരു രഹസ്യമായ, അവരുടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത്രത്തോളം നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് അൺകണ്ടീഷണൽ ആയിട്ട് ലവ് ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. ഉള്ളിന്റെ ഉള്ളു കൊണ്ട് അത്രയും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തികൾ. ഒരു പക്ഷെ നിങ്ങൾ പലർക്കും ആ ഒരു പേഴ്സന്റെ ഈ ഒരു രീതികൾ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കാം. മറ്റു ചിലർക്ക് ഇത്രയും ക്ലാരിറ്റിയോട് കൂടി ചിലപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ടായിരിക്കാം തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഉള്ള പേഴ്സണാലിറ്റിയെ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അവർ അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങളിലേക്ക് തരാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നത്. ഇവരുടെ ഒരു തണലിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങൾ. അത് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നാനുള്ള കാരണവും. അതാണ് ഇവരെ നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിക്കുന്നത്. കാരണം ഇവരുടെ മനസ്സിൽ എങ്ങനെയുള്ള ഒരു പാർട്ട്ണർ ആണോ ഇവരുടെ ലൈഫിൽ വേണ്ടത്, ആ ഒരു രീതി, നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലുള്ളതാണെങ്കിലും ഇവരുടെ മനസ്സിന് ഇണങ്ങി എല്ലാ രീതിക്കും ഒരേപോലെ നിൽക്കുന്ന ഒരു കണക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കറക്റ്റ് ടൈമിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു ഡിവൈൻ കണക്ഷനിലൂടെ കണ്ടുമുട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് കൂടെ നോക്കാം. വയനാട് വന്നിട്ടുണ്ട്. തിരുവാതിര സ്റ്റാർ ആണ്. 38. എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 44 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ഏജ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡേയ്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. 36 വന്നിട്ടുണ്ട്. ലിയോ വന്നിട്ടുണ്ട്. സോഡിയാക് സൈൻ ആണ്. മൂലം എന്നൊരു ബർത്ത് സ്റ്റാർ വന്നിട്ടുണ്ട്. കൊല്ലം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ജി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 1993 വന്നിട്ടുണ്ട്. എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 35 വന്നിട്ടുണ്ട്. ഏജ് ആയിട്ടും അതുപോലെ തന്നെ ഡേയ്സ് ആയിട്ടും എടുക്കാം. കണ്ണൂര് വന്നിട്ടുണ്ട്. വി അഗെയിൻ വന്നിട്ടുണ്ട്. പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്.
4 എന്നൊരു ലെറ്റർ വന്നിട്ട് ഒരു നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ 4 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ടോറസ് വന്നിട്ടുണ്ട്. എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന സിറ്റുവേഷൻസും എനർജീസും എല്ലാം തന്നെ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.